മഹാകാരുണ്യവാനും സൃഷ്ടിയുടെ കാരണഭൂതനുമായ ദൈവമായ യഹോവയുടെ പുത്രനായി അവതരിച്ച ക്രിസ്തുയേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന ഈ നോമ്പുകാലത്തിലെ ധ്യാന ചിന്തകളുടെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സഭയായി ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്നതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്നാൽ നാം ആയിരിക്കുന്ന തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും രൂപാന്തരം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ വഴി തിരഞ്ഞെടുക്കുക എന്നതാണ്. നാം ആയിരിക്കുന്ന മോശം സ്വഭാവത്തിൽ നിന്നുള്ള രൂപാന്തരം, നമുക്ക് മേൽ നേരിടുന്ന പാപത്തിൽ നിന്നുള്ള രൂപാന്തരം, നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന ലഹരിയിൽ നിന്നുള്ള രൂപാന്തരം, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കും. കേവലം മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, നമ്മെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്ന എല്ലാ അടിമച്ചങ്ങലകളിലും വിള്ളലുകൾ വീഴ്ത്തുവാനും സാധ്യമാകും. ഇൻസ്റ്റയിലെ റീൽസിനും വെബ് സീരീസുകൾക്കും ചെറിയൊരു ഇൻട്രവൽ കൊടുക്കും. ഉപേക്ഷിക്കുവാൻ സാധിക്കാത്ത ചില ലഹരി കൂട്ടുകാർക്ക് ബ്രേക്കപ്പ് പറയാം. AI വെർച്വൽ ഗേൾഫ്രണ്ട്സിന് ഒരു സമാധി കെട്ടിക്കൊടുക്കാം. ഏവരുടെയും വീട്ടിലെ ഷെൽഫിൽ ക്രൈം സീരീസ് ബുക്കുകൾക്കിടയിൽ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളിനെ എടുത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. ക്രിസ്തുവിന്റെ ത്യാഗവും സഹനവും കേവലം ഒരു നാടോടി കഥ പോലെ തോന്നിയേക്കാം. അതിൽ പറയുന്ന തത്വങ്ങൾ ഔട്ട്ഡേറ്റായി എന്ന് മനസ്സ് പറഞ്ഞാൽ വലത് കൈയെടുത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഹൃദയമെടുപ്പ് അറിയുന്നവരുണ്ടെങ്കിൽ നീ ദൈവത്തിൽ നന്ദി പറയുക. നീ ജീവനോടെ ഇരിക്കുന്നത് വെറും യാദൃച്ഛികമൊന്നുമല്ല, നിന്നിൽ ക്രിസ്തു ജീവിക്കുന്നതിനാലാണ്. അതിനാൽ രൂപാന്തരപ്പെടുക, നിന്നിലെ ക്രിസ്തുവിനെ തിരിച്ചറിയുക, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുക. അതിനായി ഈ നോമ്പുകാലം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.